മേപ്പാടി പഞ്ചായത്തിലെ തൃക്കപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകളിലേക്ക് ഇന്നു മുതൽ 30 വരെയുള്ള തീയതികളിലാണ് താമസം ആരംഭിക്കുന്നത്. ഗുണഭോക്താക്കളുടെ സ്വകാര്യത മാനിച്ച് തൃക്കപ്പറ്റയിലെ പദ്ധതി പ്രദേശത്തേക്ക് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് പുനരധിവാസ പദ്ധതിക്കായി രൂപീകരിച്ച ഉപസമിതി അംഗവും മുസ്ലിം ലീഗ് വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ടി മുഹമ്മദ് നേരത്തെ അറിയിച്ചിരുന്നു. രാത്രി ബൈക്ക് യാത്രികരുടെ പുറത്ത് പതിച്ചത് ISROയുടെ അന്തരീക്ഷ പഠന ഉപകരണം ജനവാസ മേഖലയിൽ പതിച്ച മോട്ടോർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. പള്ളിക്കൽ പാരിപ്പള്ളി റോഡിൽ കെട്ടിടമുക്ക് ജംഗ്ഷന് സമീപമാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ബൈക്ക് യാത്രികരുടെ പുറത്ത് ഉപകരണം പതിക്കുകയായിരുന്നു. ഉപകരണത്തിന് ഭാരമില്ലാത്തതിനാൽ പരിക്കേറ്റില്ല. ഹൈഡ്രജൻ ബലൂണിൽ സഞ്ചരിച്ചിരുന്ന ഉപകരണം ബലൂൺ പൊട്ടിയാണ് നിലത്ത് പതിച്ചത്. സംഭവത്തെ തുടർന്ന് ബൈക്ക് യാത്രികർ വാഹനം നിർത്തി പരിശോധിക്കുമ്പോൾ അതിന്റെ മോട്ടോർ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. വയനാട് സുൽത്താൻ ബത്തേരിയിൽ സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം, 12 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ എടത്തറ ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു അപകടം. രാവിലെ 10ഓടെ ബത്തേരിയിൽ നിന്നും തേലമ്പറ്റയ്ക്ക് പോയ ബസും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അമിത വേഗതയിലെത്തിയ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ യാത്രക്കാരായ മലപ്പുറം തിരൂർ കൂട്ടായി കൊതിന്റെപുരയ്ക്കൽ കുഞ്ഞുമോൾ, റഹിയാനത്ത് സുബൈദ, ഫിദമോൾ, ഹാഷിം, ഡ്രൈവർ ഇൻഫാസ്, മൊഹസിൻ, യാത്രക്കാരായ കാക്കവയൽ സ്വദേശി അഞ്ജലി, സെലി, ശ്രീജ, ബിജു, എലാന എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ സുൽത്താൻ ബത്തേരിയിലെ ഇക്ര ആശുപത്രിയിലും ബത്തേരി താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മുതിർന്ന നേതാക്കളെ അധിക്ഷേപിച്ചുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് പുറത്തു വന്നതോടെ ഡിജിറ്റൽ മീഡിയ സെൽ പ്രതിക്കൂട്ടിലായി. ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്ററായ വിമല ബിനു അഡ്മിനായ ഗ്രൂപ്പിലാണ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന ചാറ്റ് നടന്നത്. ഇതോടെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയൊഴിയാൻ ഹൈബീഡൻ MP സന്നദ്ധത അറിയിച്ചു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ല. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. ഓവർലോഡ് ആവുമ്പോൾ ട്രിപ്പ് ആവുന്നതാണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാനാകൂ. KSEB വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാനാകും എന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ KSEB ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ നടപടി സ്വീകരിക്കും. നിരക്ക് വർധനയില്ലാതെ വൈദ്യുതി വാങ്ങാനാവുമെന്നാണ് കരുതുന്നത്. എല്ലാവരും ഉപഭോഗം സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു.